ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധ പൗലോസിൻ്റെ ഒരു പുതിയ വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടൂറൊക്കെ കണ്ടില്ലേ? ടൂറിൻ്റെ ആദ്യ ഭാഗം കണ്ടല്ലേ? ഇനി നെക്സ്റ്റ് ഭാഗം ഇന്നങ്ങോട്ട് നമുക്ക് കാണാം കേട്ടോ. നല്ല അടിപൊളിയാണ്. കടലിലും എന്താ പറയുന്നത്, നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കണ്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയ കാഴ്ച ഈ വീഡിയോയ്ക്കകത്താണ് ഉള്ളത്. കാരണം ദൈവസഹായം പള്ളി, പിന്നെ വലിയൊരു ശിവൻ്റെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് വീഡിയോക്കകത്ത്. എങ്കിലും ഭയങ്കര ആഴിമല, ഭയങ്കരമായിട്ട് ശരിക്കും അതിനകത്തെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുകയുണ്ടല്ലോ. ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഇത് തോന്നും. പക്ഷേ അകത്തൊന്നും വീഡിയോ എടുക്കാനായിട്ട് സമ്മതിക്കത്തില്ല. എന്നാലും പറ്റുന്ന നമ്മൾക്കൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നല്ലൊരു സൂപ്പർ വീഡിയോ ആണ്. എല്ലാവരും മിസ് ചെയ്യാണ്ട് ഓടിപ്പോയി കണ്ടോ. മഴ അറിയട്ടോ, എല്ലാം തലയിലൊക്കെ തുണിയൊക്കെ കാണാൻ നല്ല രസം കേട്ടോ. എന്നാ സംഭവം എനിക്കറിയത്തില്ല, പറഞ്ഞു തരാമെന്ന്. അപ്പം തിരുവനന്തപുരക്കാരൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കമൻറ്റ് ഇട്ടു കേട്ടോ, ഇത് എന്നതാന്നൊക്കെ നോക്കാൻ. അങ്ങനെ നോക്കി പറയാനുള്ള സമയമൊന്നുമില്ല. മടുത്തോ ചേച്ചി? മടുത്തോ? പോരാൻ എന്നാ ഉത്സാഹവും അല്ലേ? അപ്പം നമ്മളിപ്പോൾ ശംഖുമുഖം വന്നിട്ടുണ്ട് കേട്ടോ. ഈയൊക്കെ ഞങ്ങൾ പണ്ട് വന്നപ്പോൾ ഇതൊക്കെ എങ്ങനെ കിടന്നു ഇതേ കിടക്കുന്നു. മത്സ്യകനിക, അയ്യോ കണ്ടോ കിടക്കണേ. എൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഹെലികോപ്റ്ററും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അയ്യോ ദൈവമേ, പാവം ഉപ്പുകാരെന്ന് ഒരു ഹെലികോപ്റ്റർ മേടിക്കാൻ വേണ്ടി വന്ന കേട്ടോ നമ്മുടെ മുരുകണ്ണൻ. വേണ്ട, വില പേശിയോ? പൈസയൊക്കെ ഉറപ്പിച്ചോ? ഓക്കെ ആയോ? എന്നാ പൈസ കൊടുത്തോ, പോയേക്കാം. പിന്നെ ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഇടുക്കി പോയി ഇറങ്ങാം കേട്ടോ. അല്ല പിന്നെ നമുക്ക് പൊളിച്ചേക്കാം. അപ്പം എല്ലാവരും കൂടി ഹെലികോപ്റ്ററിൻ്റെ അടുത്ത് വന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ. അടിപൊളി. ഇനിയിപ്പോൾ ഇവിടോട്ട് കടലിൻ്റെ ഇവിടോട്ട് നമ്മൾ പോകുന്നില്ല, എല്ലാവരും കൂടെ പോവുക കേട്ടോ. കണ്ടോ? ഇല്ല, ഞങ്ങൾ പോകുന്നില്ല. ചേട്ടായി ജീശയ്ക്ക് എടുത്ത് കൊടുക്കുക കേട്ടോ ഫോട്ടോ. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ. രണ്ടെണ്ണം കൂടെ പാട്ട് പാടിച്ച് പാടിക്കോ. ആടി ഇവിടെ പൊളിക്കുമല്ലേ? അയ്യോ അതെ. അപ്പൊ നമ്മള് ആഴി മലയിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നീ നല്ല തിരക്കാം. മഴയാണെങ്കിലും ആർക്കും ഒരു ആളിനൊരു മനുഷ്യർക്കൊന്നും ഒരു കുറവുമില്ല. ഞങ്ങൾ മടിച്ചിറങ്ങാനായിട്ട് മഴ കാരണം, പക്ഷെ മനുഷ്യർക്കൊന്നും ഒരു കുറവുമില്ല. അപ്പം നമുക്ക് താഴോട്ട് പോകാം കേട്ടോ. അപ്പം ഞങ്ങൾ ആഴിമലയൊക്കെ വന്നിറങ്ങി അകത്തൊക്കെ കയറി തൊഴുതു. ഇനി ഞങ്ങൾ ഇവിടുന്ന് പോകാനായിട്ട് തുടങ്ങാം കേട്ടോ. വേണ്ട, നല്ല ആളും കാര്യങ്ങളുമാണ്, നല്ല ആളും കാര്യങ്ങളുമാണ്. അവിടെ വെച്ചേക്കുമായിരുന്നു. കിട്ടി. ബായോ വീഡിയോക്കകത്ത് നോക്കിയാൽ കണ്ടുപിടിക്കുക എല്ലാത്തിനും. വീഡിയോക്കകത്ത് നോക്കി കണ്ടുപിടിക്കുക എല്ലാത്തിനും. അല്ലതല്ലേ ഇത്. അപ്പം ശിവ ഞങ്ങൾ പോവാണേ, കാത്തേക്കണേ. ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തു. എന്നാ പറയാനും ഇപ്പൊ ഒരു നല്ല കാലാവസ്ഥയായിരുന്നല്ലേ ഉഷേജി? തോളിൽ വെയിലും ഇല്ല. ബാ. അപ്പം നല്ല അടിപൊളി ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സപ്ലയറെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ദൈവമേ മതി ഇവിടുത്തെ തിരക്ക് കാരണം. ഇവർക്ക് 2 വെജ് പറഞ്ഞിട്ടുണ്ട്. വെജ് അതിനെ കൊണ്ടുവന്നത് അതെല്ലാം ചിക്കനാണോ? ആണോ? എന്നാ സാലഡ്. അത് ഏടാ വെച്ച ഇതിന്റെ പേരെന്നാടാ? ഇതിന്റെ പേരെന്നാ അറിയത്തില്ലേ? ഇല്ലേ? എന്നാ ഗൗരവം കാണിച്ചാലും ഞാൻ നിന്റെ വീഡിയോ എടുക്കും. ഗൗരവമാണിത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഉദയം കാണാനായിട്ടൊക്കെ റൂമിൽ നിന്ന് റെഡിയായി പുറത്തിറങ്ങി വന്നിക്കുക. ഞങ്ങളുടെ വണ്ടിക്കാരൻ കൊച്ചു വേണ്ടി താമസമുള്ളൂ കേട്ടോ. ഞങ്ങളിവിടെ ആയിരുന്നു റൂം എടുത്തത് കേട്ടോ. കൈയൊക്കെ കുപ്പിടിച്ചാണ് നിൽക്കുന്നത്. ഇവിടെ അമ്പിളിമാമൻ എന്താ എടുത്തിരിക്കുന്നത്? നിങ്ങളെ എല്ലാത്തിനും ഞാൻ എടുക്കുക. ഞാൻ ചാനൽ റെഡിയായി.
ഞങ്ങളെല്ലാവരും കാലത്ത് 3 മണിക്ക് തന്നെ എണീറ്റ് അലാറമൊക്കെ വെച്ച് എല്ലാവർക്കും കുളിക്കണ്ടേ. അപ്പോൾ എല്ലാവരും കുളിച്ച് സെറ്റായി. 5:45 തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ദൈവമേ, വിവേകാനന്ദ പാറയൊക്കെ കണ്ടോ, പഴയ ഇതൊന്നും മനസ്സിലോട്ടൊന്നും കൊണ്ടുവന്നു. ഇപ്പോൾ എത്ര നല്ല സെറ്റായെന്ന്. 5:45 അവിടുന്ന് വരുമ്പോൾ ഉണ്ടല്ലോ കച്ചവടക്കാരും കാര്യങ്ങളും എല്ലാം തുടങ്ങി. അതുകൊണ്ട് തന്നെ ജനങ്ങളെ എന്തു ജനങ്ങളാണ് എൻ്റെ ഈശ്വര. ഇത്രയും ഈ സമയത്ത് ഇവിടെ അന്യ നാടുകളിൽ നിന്നൊക്കെ വന്ന് ഇവിടെ ഇരിക്കണമെങ്കിൽ ഏറ്റവും പൊന്നി എപ്പം വന്നേക്കുന്നതാന്ന് ഓർത്തെ. എന്നിട്ട് സൂര്യഭഗവാനെ നോക്കി വലിയ ഉദയം കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വരുമ്പോൾ ഒരു പൊട്ടുമാരി അവിടെ ചുമപ്പ് ചെറുതായിട്ടുള്ളായിരുന്നു. ഇച്ചിരി വലുതായി വരുന്നുണ്ടായിരുന്നേ. എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് കേട്ടോ കാണാനായിട്ട്. ഭയങ്കരമായിട്ട് കൊതിച്ച എല്ലാവരും വന്നത്. കാരണം കുഞ്ഞു പിള്ളേർ സഹിതം ഉണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ കൂടെ. അതുങ്ങളെയൊക്കെ എണീറ്റ് കുളിപ്പിച്ച് പിറക്കി റെഡിയാക്കിയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. വലിപ്പം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണാമെന്ന് വെച്ച് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കാല് വേദന എടുക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു കല്ലേ പോയിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ഇറങ്ങി ഇവിടെ ഒരു കല്ലേ വന്നിരിക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇതുകൊണ്ട് അതിനിടയ്ക്ക് കച്ചവടക്കാർ ഇതിവർ ഹിന്ദിക്കാരാണ് കേട്ടോ. എന്നിട്ട് മാലയൊക്കെ വില പേശി മേടിക്കുന്നുണ്ട് ഹിന്ദി സംസാരിച്ചുകൊണ്ടേ. ചേച്ചിയൊക്കെ ഉണ്ടല്ലോ കൊച്ചുകൾ പങ്കാലിന് വന്ന് ഇവിടെ കുത്തിയിരുന്നോ കുറേ സമയം അവിടെ നോക്കിയത്. ഇതേ എഡിറ്റ് പോകുന്ന കേട്ടോ. എന്നിട്ട് എന്നാന്നോ കാർമേഘം വന്ന് മൂടിപ്പോയി. അപ്പം നമുക്ക് ഉദയം കാണാൻ പറ്റത്തില്ലെന്നായിപ്പോയി. നേരം നന്നായിട്ട് വെളുത്തു. അപ്പം ഇനിയും കാണാൻ പറ്റത്തില്ലല്ലോ. എല്ലാവർക്കും സങ്കടമായി. എല്ലാവരുടെയും മുഖത്തൊരു വിഷമമായി. കാരണം വെളുപ്പിന് 3 മണിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ അങ്ങോട്ട് പോയപ്പോഴും ഉറങ്ങിയിട്ടില്ല. റൂമിലൊക്കെ ആണെങ്കിലും നമുക്ക് അങ്ങനെ നമ്മുടെ വീട് കണക്ക് ഉറങ്ങാനൊന്നും പറ്റിയല്ലോ. വെളുപ്പിന് എന്നത് തന്നെ ലേറ്റായാണ്. എന്നിട്ട് അവിടെ എന്നാ പറയുന്നത് ഒരു 2 മണിക്കൂറോളം ചുമ്മാ ഇരുന്നിട്ട് കുളിച്ചും പറക്കി ഓടി വന്നതാണ് കാണാൻ. പക്ഷേ ഇങ്ങനെ ആയിപ്പോയി. നമുക്ക് ഈ യോഗം ഇല്ലാണ്ട് പോയി. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ഇതേപോലൊക്കെ വന്നവരല്ലേ ഈ മനുഷ്യരെല്ലാം. പക്ഷേ ഇപ്പം തന്നെ ഞങ്ങൾ മുകളിലോട്ട് ഇങ്ങനെ നടന്ന് കയറി വന്നേ. ഇതുകൊണ്ട് ഒരു അമ്പലമാണേ. അപ്പോൾ അവിടെ വന്നിട്ട് എല്ലാവരും ഓരോ ഗ്ലാസ് ചായയൊക്കെ മേടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഒരു അപ്പച്ചൻ അവിടെ നിന്ന് ചായ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചായ കുടിച്ചു. അങ്ങനത്തെ വേണ്ടേ ഈ തോള ഇത്രയും വലുത് വേണോ ഇത് ഇങ്ങനത്തെ? അതെ അതാ പറഞ്ഞത്. കേറൂന്ന് അങ്ങനത്തെ മതി ചേട്ടായി പറഞ്ഞു. അങ്ങനത്തെ ഉണ്ടെങ്കിൽ മേടിക്കാം. ഇതേ ഒരു ബാഗ് കടക്കാരൻ്റെ അടുത്ത് വന്നിട്ട് ബാഗ് ഫുള്ള് മേടിച്ച് തീർത്തു കേട്ടോ. ഇല്ല ഏതാ ചേട്ടായി? ഇല്ല നമ്മുടെ നാട്ടിൽ ഉണ്ടോ ഇത്? എന്നോ മുഖമൊക്കെ നോക്കി എത്ര ടേസ്റ്റി ആയിട്ട് കഴിക്കുന്നത്. സൂപ്പറാണ്. എല്ലായിടത്തും ഭയങ്കര സൗണ്ടാണ് കേട്ടോ. അതുകൊണ്ട് എല്ലായിടത്തും തന്നെ വോയിസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളെ നോക്കി പൂരിയൊക്കെ വന്നിരിപ്പുണ്ട്. ഭയങ്കര ജനമാണ് കേട്ടോ. ഏത് ഹോട്ടലിൽ കയറിയാലും ഭയങ്കര ആളോ. എന്നെ പറഞ്ഞാലും നമ്മുടെ ഷിവുവും ഷിനോജും പിന്നെ ഒക്കെ ഉണ്ടല്ലോ. ഈ ചെറിയ ആമ്പിളേർ റിസോർട്ട് ഞങ്ങളിവിടെ ഉള്ളവരെല്ലാം ഇങ്ങനെ വിളമ്പാനും പിറക്കാനും എടുത്തു തരാനും ഒക്കെ. ഇന്നലെ രാത്രി കഴിച്ചു കൊടുത്താണ്ടോ അതെ ഒരു ബിരിയാണി ഒക്കെ കഴിച്ചു കൊടുത്തു. എല്ലാവരും ഭയങ്കര ആളായിരുന്നു. അന്നേരത്തിനും അവർ എണീറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ട് തന്നു. അങ്ങനെ സഹായിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. കാരണം നമ്മളൊരു എവിടെ ചെന്നാലും നമ്മൾ നമ്മുടെ ആ ഒരു ഗുണം കാണിക്കുമല്ലോ. പിന്നെ ഇത് ഉണ്ടല്ലോ ജിമ്മിച്ചൻ എന്നാണ് അയാളുടെ പേര്. ഞാൻ ഉപ്പേറക്കാരൻ തന്നെയാണ് കേട്ടോ. പക്ഷേ ഞാൻ ആളെ കണ്ടിട്ടുണ്ടായിട്ടില്ല. എനിക്ക് അറിയത്തുമില്ല കേട്ടോ. നല്ല അടിപൊളി പാട്ടാണ് ഇത്. എനിക്ക് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് ഞാൻ ഇതിന് വോയിസ് കൊടുക്കുന്നത്. എന്നോ രസമുള്ള പാട്ടുകളായിരുന്നു. പഴയ പാട്ടുകളാണ്. എന്നാ രസമാണെന്നറിയോ. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് നന്നായിട്ട് പാടുന്നുണ്ട്. നല്ല പാടുന്ന ഒരു മനുഷ്യനാണ്. ഈ മോനും അതെ കേട്ടോ. ഇവനും നന്നായിട്ട് പാടുന്നതാണ്. ഇത് നോക്കിയാൽ രണ്ടുപേരും സുന്ദരക്കുട്ടരായിട്ടിരിക്കുന്നത്. അവരെ എടുത്തെന്ന് ഷിബു എന്നോട് പറയാം കേട്ടോ. അവർ രണ്ടുപേരും ഒരേ ഡ്രസ്സൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട്. ആ സാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് മാനേജറായിട്ട് റിട്ടയർഡായ സാറാണ്. ഈ ലൈറ്റ് നീല ഇട്ടിരിക്കുന്നത്. പിന്നെ ഇത് മണി സാറ് ടീ മേക്കറാണ്. അങ്ങനെ ഇപ്പം ടീ മേക്കറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിയും നല്ലൊരു ഓഫീസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. മണിസാറാണ് ഇതിന് എല്ലാ കാര്യങ്ങളും ഓളായിട്ട് ചെയ്ത് കേട്ടോ. പിന്നെ കണ്ടോ സണ്ണി സാറ് ഈ മെറൂൺ ഷർട്ടിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് സണ്ണി സാറ് സബ് ഇൻസ്പെക്ടറായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മുടെ ഈ യാത്രയിൽ പാട്ട് കേട്ടിട്ട് ഇവർക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ജിമ്മിച്ചൻ്റെ പാട്ട് കേട്ടോ. അത്ര നല്ല പാട്ടായിരുന്നു കേട്ടോ. സൂപ്പർ പാട്ടായിരുന്നു. അപ്പം ഞാൻ അപ്പച്ചേട്ടനെയും ചേച്ചിനെ അടുത്തിരുന്നതിന് ഞാൻ ഉഷച്ചിട്ട് പറഞ്ഞു എന്നാണോ ഇതല്ലോ പോയി സ്വർഗത്തിലെ കെട്ടുമ്പോൾ അവർ കെട്ടിയവരും കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഭാര്യ ചോദിക്കുന്നതൊക്കെ പറയാം. അതിന് കളിയാക്കിയാലും ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ.
ജിമ്മിച്ചിൻ്റെ പാട്ട് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നല്ല സൂപ്പറായിരുന്നു. ഞാൻ 1-2 ചെറിയ ചെറിയ ഇത് ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ അടുത്ത ദിവസങ്ങളിലൊക്കെ. അല്ലാതെ നമുക്ക് കോപ്പിറൈറ്റ് വരികയല്ലേ, അതുകൊണ്ടാണ്. മണിസാറേ അവിടെ നിന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കണ്ണാടിയൊക്കെ അങ്ങ് മേടിച്ചു. ഇങ്ങനെ അടിച്ചാൽ കണ്ണാടി ഞാൻ ഇച്ചിരി നേരം വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കണ്ണാടിയൊക്കെ മേടിച്ച് വെച്ചിട്ട് കണക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. ഈ എല്ലാവരെയും കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങളിലും ഏറ്റവും മുമ്പന്തിയിൽ ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്തത് മണിസാറാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേനും ഒരു എല്ലാ കാര്യങ്ങൾക്കും ഓരോ ഫുഡിന് വേറൊരാൾ, നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഒരാൾ, അങ്ങനെ എല്ലാ പൈസയുടെ കാര്യങ്ങൾക്കും ഒരാൾ, അങ്ങനെ ഒരു 3-4 പേര് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആളും ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നേ. ഇവർ ബാക്കി എല്ലാവരും കട്ട സപ്പോർട്ടുണ്ട്. എങ്കിലും എനിക്ക് തോന്നി സാറിനായിരുന്നു ഈ ടൂർ കൊണ്ടുപോകാനായിട്ട് എല്ലാവരെയും വിളിച്ച്. ഞാൻ പറഞ്ഞില്ലേ 2-3 ദിവസം മുമ്പ് ഇവിടെ വീട്ടിൽ വന്നിട്ട് സിന്ധു സുനിയും പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വീട് കയറി ഇറങ്ങിയൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ നല്ലൊരു യാത്ര ഒരുക്കി തരാനായിട്ട് മെയിനായിട്ടും മണിസാറുണ്ടായിരുന്നേ. ഇതേ ചേട്ടാ തന്നെ നിന്ന് കൈ കൊട്ടിപ്പോൾ ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നത് എൻ്റെ കൈ നീട്ടി കൊടുത്താണ് കേട്ടോ. അപ്പോൾ ചേട്ട കൈ കൊട്ടുവാണേ. അതിനിടയ്ക്ക് ചേട്ടയുടെ ഓരോ അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾക്ക് ചെറിയൊരു വിഷമമായിരുന്നു, ഉദയമൊന്നും കാണാൻ പറ്റാത്തതിൻ്റെ ഇതിൽ. അത് കഴിഞ്ഞ് കാപ്പിടിയൊക്കെ കഴിഞ്ഞ് വണ്ടേ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും എണീറ്റോ പഠിക്കൂ ഡാൻസ് കളിച്ചു എന്ന്. അപ്പോൾ ഒരു മധുരക്കിടാവ് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡാൻസും കൂത്തും വിളങ്ങുവാണ്. ഈ പ്രാവശ്യം ഞാൻ അത്ര വലിയ ഡാൻസിനും ചാടാനും പോയില്ല, കാരണം എനിക്ക് കാലിന് നല്ല പെയിൻ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ സൈഡിൽ പറ്റിയൊക്കെ നിൽക്കായിരുന്നു. ഇച്ചിരി സമയം ഒക്കെ ജസ്റ്റ് എന്നാ പറഞ്ഞത് ഇവരെ ഒന്ന് ഇളക്കി വിടണമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറും, അത്രേ ഉള്ളായിരുന്നു കേട്ടോ. ഇവരെല്ലാവരും കേട്ട സപ്പോർട്ടായിരുന്നേ. ഞാൻ പറഞ്ഞ ഇൻസ്പെക്ടർ സാർ ദേ കണ്ടോ കറുത്ത ക്ലാസ് ഒക്കെ വെച്ചിരിക്കുന്ന ചേച്ചി. ആണോ അപ്പൊ ദൈവസഹായം പള്ളിയിലോട്ട് വന്നേക്കാണ് കേട്ടോ നമ്മള്. ഇത് പുണ്യാളന്റെ പള്ളിയാണെന്നാ പറഞ്ഞത് കേട്ടോ. ഭയങ്കര അച്ചട്ടുള്ള പള്ളിയാണെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ ഈ പള്ളി. ആണോ 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 എന്നാലും ഭയങ്കര അച്ചട്ട് ഉള്ളൊരു പള്ളിയാണ് അല്ലേ? ആണോ തീർത്ഥാടന പോലെ? ആ ശരി. ആണോ അതാ ഇവിടോട്ടായിരുന്നോ പ്രീതിയൊക്കെ? ഓക്കെ. അപ്പൊ പ്രീതിയോട് ഞാൻ എന്ന് പറയാം നോക്കടി അങ്ങോട്ട് ഞങ്ങളും പോയെന്ന് പറയാം. നമുക്ക് ഇച്ചിരി കുശുമൂത്ത് അതൊക്കെ ഓർത്തുള്ളൂ. അല്ല ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഭയങ്കര പേര് കേട്ട പള്ളി തന്നെയാണ് കേട്ടോ, ദൈവസഹായം പള്ളി. പള്ളിയുടെ ഇതൊക്കെ തന്നെ ദൈവസഹായം പിള്ള എന്നായിരുന്നു പേര്. പുള്ളി ഹിന്ദു ആയിരുന്നു, ക്രിസ്ത്യനായി ദൈവത്തെ അറിഞ്ഞ് അങ്ങനെ ആയതാണെന്നാണ് പറഞ്ഞു കേട്ടോ. കേട്ടിട്ടുണ്ടെങ്കിലും കണ്ടിട്ടില്ലാത്ത ഒരു പള്ളിയായിരുന്നു. അപ്പോൾ അവിടെയും വരാൻ പറ്റി. ഇതും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവാലയങ്ങൾ, അമ്പലങ്ങൾ, പള്ളികളോ ഒക്കെ ദർശിക്കാനും കാണാനും പോകാനും അവിടുത്തെ ഇതൊക്കെ കൂടാനും ഒക്കെ പറ്റുന്നതൊക്കെ ഒരു വലിയ കാര്യമല്ലേ. എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഇതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇച്ചിരി നേരം ഇരുന്ന് നോക്കിയപ്പോഴത്തേനും നമ്മുടെ അമ്മ മാതാവിനെ കണ്ടേ. അപ്പം മാതാവിൻ്റെ അടുത്ത് പോയി നേർച്ചയൊക്കെ ഇടാമെന്ന് ഓർത്തു. മാതാവിൻ്റെ അടുത്ത് പോയി മുട്ടുകുത്തി നിന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നേർച്ചയൊക്കെ ഇടാം. എല്ലാവരുടെയും ആവശ്യങ്ങളൊക്കെ ഈ അമ്മ മാതാവിനോട് പറഞ്ഞു കേട്ടോ. നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് എന്തിനാണെന്നറിയോ? ജാതിയും മതമൊക്കെ നമ്മൾ മനുഷ്യരായിട്ടുണ്ടാക്കിയതാണേ. ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയേ ഉള്ളൂ. അത് മാതാവായിട്ടും അമ്മയായിട്ടും ദേവിയായിട്ടും അയ്യപ്പനായിട്ടും ഈശോയായിട്ടും ഒക്കെ നമ്മളിങ്ങനെ മനുഷ്യർ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഒരു വിശ്വാസപ്രകാരം ഞാൻ അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഒക്കെ ചെല്ലുമ്പോൾ ഞാൻ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയും. നമുക്ക് കിട്ടിയ നേട്ടങ്ങൾക്ക് നന്ദി പറയും. ദൈവം ഓരോ ദിവസവും നടത്തുന്നതിന് നന്ദി പറയും. നമ്മുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ആരും കേൾക്കാണ്ട് നമുക്കെല്ലാം പറയാൻ പറ്റുന്ന ഒരു സ്ഥലം ഇതല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ചേട്ടായിയായിരുന്നു എനിക്ക് വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ചേട്ടായിയും പോയി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് കേട്ടോ. ഈശോയുടെയും മാതാവിൻ്റെ ഒക്കെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പോയി. അപ്പോൾ എല്ലാവരും ആൾക്കാർ ഓരോരുത്തർ പോയി പ്രാർത്ഥിക്കുകയും നേർച്ചയിടുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. സത്യം പറയാമല്ലോ, ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഓർക്കുന്ന ആദ്യമായിട്ട് കയറുന്ന പള്ളികളിലാണല്ലോ അമ്പലങ്ങളിലാണല്ലോ 3 കാര്യം പറഞ്ഞാൽ സാധിച്ചു കിട്ടുമെന്നാണേ. പക്ഷെ ഞാൻ മറന്നുപോയി ഗെയ്സ്. കാരണം ഇവരുടെ എല്ലാം കൂടി എല്ലാം മറന്നു. അറിയണം ഇതുണ്ടോ? ഭയങ്കര ഐശ്വര്യമുള്ളൊരു പള്ളി കേട്ടോ.
അവിടെയും കൂടെ കയറ്റുക, ഇവിടെയും കൂടെ കയറ്റുക. ചേട്ടാ ഈ ബാത്റൂം ഉണ്ട് കേട്ടോ അവിടെ കണ്ടൊക്കെ. അപ്പോൾ നമുക്കിവിടെ കൂടെ കയറി ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കാതെ ഇതിലല്ല. അപ്പോൾ ഇവിടെ ഒരു അത്ഭുത നീരുറവ് ഉണ്ടെന്നാണ് കേട്ടോ. ഇതാണ് പിന്നെ ദൈവസഹായം പിള്ളയെന്നായിരുന്നു എന്ന് ഈ ആളെ അറിയപ്പെടുന്നത് കേട്ടോ. ഉണ്ടോ, പക്ഷെ ദൈവത്തെ അറിഞ്ഞ് ഇങ്ങനെ ആയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരിക്കലും പറ്റാത്ത ഒരു ഉറവയുണ്ടെന്നാണ്. നമുക്കത് നോക്കാവേ. വയറിന് നീളമില്ലാത്തതുകൊണ്ടാണേ. ഇത് കണ്ടോ, ഒരു കുഞ്ഞി ഇതാണ് കേട്ടോ. നല്ല ദൈവമേ, അസുഖം ഈ നടുവിൻ്റെ സത്യം ഇച്ചിരി കുടിച്ചേട്ടെ. ഈ ശ്വാസമുട്ടലും നടുവിൻ്റെയും ഒക്കെ മാറട്ടെ എൻ്റെ ദൈവമേ. വേദനയും വിഷമങ്ങളും ഉണ്ടോ. ഒരു കുഞ്ഞ് ഉറവയാണ് കേട്ടോ. അതിൽ നിന്ന് നമുക്ക് എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു ഓസ് ഇട്ട് ഇങ്ങനെ കപ്പ് വെച്ചേക്കുവാണ്. ഓസല്ല, സോറി. കണ്ടോ, കപ്പിട്ടേക്ക് ഒരു കുഞ്ഞ് കയറ് വിട്ടേക്ക് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോഴും പറ്റാത്ത ഒരു ഉറവയാണ് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് അത്ഭുതമാണ്, രോഗശാന്തിയൊക്കെ കിട്ടുന്നതാണെന്ന് പറഞ്ഞത് കേട്ടോ. അതല്ലേ ഞാൻ പറഞ്ഞേ, നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള അശുദ്ധികളും ഇതെല്ലാം മാറിക്കിട്ടും. കണ്ടാ ബാ. അപ്പോൾ ഇനി അടുത്ത കാഴ്ച കാണാനായിട്ട് ഇനി പുറത്തോട്ട് ഇറങ്ങാതെ. ദൈവമേ, പശുപ്പാറക്കാരാണ് കേട്ടോ. നമ്മുടെ അടുത്ത സ്ഥലം തന്നെയാണേ. ഇവിടെ വേണ്ട പിള്ളേരുടെ ആദ്യ കുർബാനയുടെ കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ദേ ഇവിടോട്ടൊക്കെ നോക്കിക്കേ, ഓരോ ഐതിഹ്യമാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ബൈബിളിനകത്തോ ഒക്കെ ഉള്ള സംഭവങ്ങളായിരിക്കും കേട്ടോ. ഇത് കണ്ടോ, ഹിന്ദുവായിട്ട് കല്യാണം കഴിച്ചതും കണ്ടോ. അത് കഴിഞ്ഞ് ഇത് കണ്ടോ, ഈശോ അവിടെ അടുത്ത് ചെല്ലുന്നതും ഒക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല. തമിഴിൽ എഴുതി വെച്ചിട്ടുണ്ട്. അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടോ. അയ്യോ, ഇതൊരു ഭയങ്കര അത്ഭുതമായി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ യാത്രയിൽ എനിക്ക് മറ്റേത് ഞാൻ അവിടുത്തെ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളതല്ലേ. പക്ഷേ ഈ പ്രാവശ്യത്തെ യാത്രയിൽ എനിക്കിത് ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ ടച്ച് ചെയ്തു കേട്ടോ. അല്ലേ, ഭയങ്കരമായിട്ട്. പക്ഷെ പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. ഇതെന്നാ തമിഴ് അറിയാമോ എനിക്കത്? എവിടെ ഉണ്ടോ? ക്രിസ്തുമതം സ്ഥിരീകരിച്ചത് മരണശിക്ഷയാക്കി. കണ്ടോ, പേരുംപുറത്ത് പരിഹാസത്തിൻ്റെ ഒരു യാത്ര കണ്ടോ. ക്രിസ്ത്യാനി ആയതിന് വേണ്ടിയിട്ട് കണ്ട് ഇതായതാന്ന് തോന്നുന്നു, അറിയത്തില്ല. ഒന്നും അറിയത്തില്ല. താഴെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. കൈമുട്ടുകൊണ്ട് പാറയിൽ തട്ടുമ്പോൾ ഒഴുകുന്ന ഒരു അപ്പുറത്തെ അല്ലേ. ഇത് ആണോ? അറിയത്തില്ലല്ലോ നമുക്ക്. ആണോ? അതിൻ്റെ വല്ല ഐതിഹ്യമായിരിക്കും. അത്ഭുതം. അറിയാലോ എൻ്റെ ദൈവമേ, എൻ്റെ കാലിൻ്റെ വേന മാറ്റി തന്നേക്കണേ എന്ന് പറഞ്ഞ ഞാൻ. എൻ്റെ ദൈവമേ, ഉണ്ടോ. അങ്ങനെ ആ ഒരു ഇത് സ്ഥിരീകരിച്ചതിന് വേണ്ടിയിട്ടുള്ള ശിക്ഷ കൊടുത്തത് കണ്ടാന്ന് തോന്നുന്നു അല്ലേ. അയ്യോ, വെടിവെച്ചു കൊന്നു. വീരമരണവും. അയ്യോ, എൻ്റെ മാതാണ്. കണ്ടോ, അത് കഴിഞ്ഞപ്പോൾ ഈശോ അനുഭവിച്ചതിൻ്റെ പ്രതിഫലം. ദൈവം കൈവിട്ടില്ല. ദൈവത്തിങ്കിലോട്ട് കൂടുതൽ അടുത്തു. മാതാവുമേ, എൻ്റെ ദൈവമേ, ദർശനം കൊടുക്കുന്നുണ്ടോ. മാമൂസ മുങ്ങിയതാ. അപ്പം പേര് കേട്ട പ്രശസ്തി ആർജിച്ച ഒരു പള്ളിയും കൂടെ നമുക്ക് വരാൻ പറ്റി. ഇതൊക്കെ ഒരു പുണ്യമാണ് കേട്ടോ, ഒരു ഭാഗ്യമാണ് ഇവിടെയൊക്കെ വരാൻ പറ്റുന്നതൊക്കെ. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമൊന്നുമല്ല അത്. ഉണ്ടോ,
എല്ലാവരും ക്ഷീണിച്ചതാവും നോക്കിയിരിക്കുന്നതല്ല, പള്ളിമുറ്റത്ത് അല്ലെങ്കിൽ ഇവിടേക്ക് ഇരിക്കുന്ന ഒരു 2 മിനിറ്റ് ഇരിക്കുന്നത് നല്ലൊരു ഐശ്വര്യമുള്ള കാര്യം. നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം കേട്ടോ. അപ്പം ഞങ്ങളുണ്ടല്ലോ ഈ ടൂറിനകത്ത് ദൈവസഹായം എന്ന് പറയുന്ന പള്ളിയിലോട്ട് വന്നിരിക്കുകയാണേ. അപ്പോൾ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ പള്ളിയുടെ എന്നാ പറയുന്ന മുറ്റത്തും അമ്പലത്തിൻ്റെ മുറ്റത്തും ഒക്കെ ഒന്ന് 2 മിനിറ്റ് നമ്മൾ റെസ്റ്റ് പോകുന്നത് നല്ലതാണെന്ന് പറഞ്ഞത്. നമുക്ക് ആശ്വാസത്തിനായിട്ട് തമ്പുരാൻ നമ്മുടെ കൂടെ വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ചുമ്മാ ഒരു 2 മിനിറ്റ് ഇരുന്നാണ് കേട്ടോ. ഒരു പ്രത്യേക ഐശ്വര്യമുണ്ടോ പറയാതിരിക്കാൻ വേണം. ഞാൻ കണ്ടിട്ടുണ്ടായില്ല, നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. വരാൻ പറ്റിയതിൽ ഒത്തിരി ഒരു ഭാഗ്യം ഉണ്ട്. നല്ലൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. എനിക്ക് കഴിഞ്ഞ ദിവസം പ്രീതിയൊക്കെ ഇവിടെ വന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ കേട്ടോ. അപ്പം വേണ്ട നമ്മുടെ കുട്ടിക്കുറുമ്പന്മാരിരിക്കുന്നത് കേട്ടോ. ഞാനോർത്ത് ഇവന്മാരെല്ലാം ടയേർഡ് ആകുമായിരിക്കുന്നു, പക്ഷെ മടുത്തു. എന്നാലും കുഴപ്പമില്ല, ഒരു ശല്യമൊന്നും ഉണ്ടായില്ല കേട്ടോ. പിള്ളേർ നമ്മുടെ ഒരു പിള്ളേർ സെറ്റിനെയും കൊണ്ടു അല്ലേ, ഒരു ശല്യം പാടുമൊന്നും പെട്ടില്ല. എല്ലാവരും നല്ല ഉഷാറായിരുന്നു. ആകപ്പാടെ ഒരു ശല്യം ഉണ്ടായിരുന്നതേ വരുന്നു. ഞാൻ തന്നെ പുറവർക്കുന്നതിന് എനിക്ക് വട്ടാന്ന് പറഞ്ഞ ആരും പിടിച്ചോണ്ട് പോകുന്നു കേട്ടോ. കണ്ടോ ഇത്, നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ആണോ ആണോ അപ്പം നമ്മുടെ അടുത്ത അയൽവക്കംകാരെ തന്നെ ഇവിടെ വന്നപ്പോൾ കണ്ടോ കേട്ടോ. സിന്ധുമ്മ ബ്ലോഗ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അത് പെങ്ങളുടെ വീടാണ് കേട്ടോ. അതെ കറക്റ്റ് ജോഡികളാന്നൊക്കെ പറയാം. കറക്റ്റാ കേട്ടോ, സൂപ്പർ അടിപൊളി. അപ്പം വേണ്ടേ ആ മോന്റെ പെങ്ങളുടെ വീടാണ് ഇത് കേട്ടോ. സുരേഷ് വായോ. ഉപ്പേറക്കാരെ കണ്ടു ഒന്ന് മിണ്ടിപ്പിറക്കുമായിരുന്നു കേട്ടോ. എവിടെ ചെന്നാലും നമ്മുടെ ഒരു ഉപ്പേറക്കാർ കാണും, നമ്മുടെ ഉപ്പേറയുടെ പരിസരത്തെ പ്രദേശത്തൊക്കെ ഉള്ളവർ. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങുവാണ് കേട്ടോ ഇവിടുന്ന്. എന്തായാലും ഒരു ഭയങ്കര ഒരു അത്ഭുതവും അനുഭൂതിയൊക്കെ ആയിരുന്നു ഇവിടുത്തെ ഒരു കാഴ്ചയും കാര്യങ്ങളും അല്ലേ. സാറ് വന്നിട്ടുണ്ടോ ഇതിന് മുമ്പ് ഇവിടെ? അടിപൊളിയല്ലേ? വാ വാ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇതൊക്കെ പറഞ്ഞു പോവാണ് കേട്ടോ. കണ്ടോ, അത്രേ ഉള്ളൂ, എല്ലാം ഇഷ്ടം ഒന്നാ. പിന്നെ ഉറപ്പായിട്ടും ഇപ്പൊ കണ്ടില്ലേ ഹിന്ദു മാറിയേക്കുന്ന നല്ല ഇത് കാണിച്ചു വെച്ചിരിക്കുന്നത് നായന്മാരെ. അതാ ദൈവം എന്ന് പറഞ്ഞ ഒരു ശക്തിയേ ഉള്ളൂ, ആ ശക്തിയെ വിളിക്കുക. അത് മാതാവെന്നും ഇത് ശക്തിയുണ്ട്, അത് തന്നെ കറക്റ്റ്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പള്ളിയിലും പോകും, അമ്പലത്തിലും പോകും, മോസ്കി. ഞാൻ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് പോകുമ്പം ശരിക്കും ചേച്ചി നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പം ആദ്യത്തെ ഒരു ആരാധനാലയം എന്ന് പറയുന്നത് മോസ്ക. ഞാൻ അവിടെ പൈസ ഇട്ടിട്ട് പോകത്തുള്ളൂ. അവിടെ പൈസ ഇട്ടിട്ട് പോകും. ശബരിമലയ്ക്ക് പോകുമ്പോൾ കെട്ട് നിറച്ച് വീട്ടിൽ നിന്ന് കെട്ട് നിറച്ച് നേരെ ഇറങ്ങി ആ പള്ളിക്ക് ചുറ്റി ചുറ്റി വരായിരുന്നു. പള്ളിക്ക് ചുറ്റി പ്രദക്ഷിണം ചെയ്ത് അവിടെ നേർച്ച ഇട്ടിട്ടായിരുന്നു അതാണ് അവര് പള്ളി കയറിയിട്ട് പോകുന്നത് ഉറപ്പായിട്ടും. ഞാനും അതെ. ഞാൻ എപ്പോഴും അഥവാ എനിക്കിപ്പം ഞങ്ങൾ വണ്ടിയെ എല്ലാവരോടും പോയി എനിക്ക് ഇടാൻ പറ്റിയില്ല, ഞാൻ വണ്ടിയായിരുന്നു പറയും എൻ്റെ ദൈവമേ ഞാനിവിടെ തിരിച്ചു വരുമ്പോൾ ഇട്ടേക്കാൻ വേണ്ട ആളാകുന്നത്. എന്നിട്ട് ഇത്ര രൂപ ഞാൻ ഞാനുണ്ടല്ലോ എവിടെക്കാണ്ട് ഞങ്ങൾ ചൂരൽമല കാണാൻ പോയേ. എന്നിട്ട് പറഞ്ഞിട്ട് പോയി, എനിക്ക് ഇടാൻ പറ്റില്ല. ഞാൻ വണ്ടിക്ക് വന്നിട്ട് ഞാൻ അവിടെ സ്കൂട്ടി നിർത്തി ഇറങ്ങി ഇടുന്ന കണ്ട ഫോട്ടോക്കാരന്മാർ നോക്കിക്കൊണ്ട് പോകുന്നു. ഇതെന്താ ഈ സിദ്ധി ചേച്ചി കാണിക്കുന്നത്? പക്ഷെ നമ്മൾ നേർച്ച കറക്റ്റ് ആയിരിക്കണ്ടേ? അങ്ങനെ അതാണ്. അപ്പോൾ ഏതായാലും ഇത് ഒരു വലിയൊരു അനുഭൂതിയായിരുന്നു അല്ലേ. നമ്മുടെ ഈ യാത്രയിൽ നല്ലൊരു അത്ഭുത യാത്രയായിരുന്നു, അല്ല അത്ഭുത കാഴ്ചയായിരുന്നു. അതെ, എല്ലാം കൂടി നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഇതുണ്ടായിരുന്നു, നല്ലൊരു എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ വീണ്ടും പറയുന്നത് കേട്ടോ. കേട്ടോ ഉച്ചയ്ക്കൊക്കെ നിൽക്കുന്നത് അവർക്ക് പോരാൻ തോന്നിയിട്ടുണ്ട്. ഇപ്പം വന്ന വഴിക്ക് എനിക്കൊരു ഫ്രണ്ടിനെ കൂടെ കിട്ടി, ഒരു ടീച്ചർ കുട്ടിയാണ്. ഞങ്ങൾക്ക് ഏകദേശം ഒരു പ്രായമൊക്കെ ആയിരിക്കും. പിന്നെ നമ്മുടെ സരസമ്മ ചേച്ചി ഇല്ലേ, നമ്മുടെ തൊഴിലുറപ്പിൽ നന്നായിട്ട് പാട്ട് പാടുന്നത് സരസമ്മ ചേച്ചി സുറിച്ചേട്ടനും സുറിച്ചേട്ടൻ്റെ പെങ്ങളല്ലേ? പെങ്ങള് സരസമ്മ ചേച്ചിയുടെ അനിയത്തി. അപ്പോൾ കാഞ്ചേരിലാണ് കേട്ടോ. പിന്നെ ആളുടെ ഹസ്ബൻഡ് ഉപ്പേറ സ്റ്റേഷനിൽ പോലീസാണ് കേട്ടോ, ഉദ്യോഗസ്ഥനാണ്. അപ്പം ഒത്തിരി നല്ല അറിവുള്ള ആൾക്കാരുടെ കൂടെയായിരുന്നു ഈ പ്രാവശ്യത്തെ യാത്ര. അതെന്താണെന്ന് വെച്ചാൽ ഓരോ പൊസിഷനിലിരിക്കുന്ന ഒരു അധ്യാപിക എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർക്ക് ആദ്യാക്ഷരം കുറിച്ച് കൊടുക്കുകയും അറിവ് പകർന്നു കൊടുക്കുന്നതൊക്കെ വ്യക്തികളല്ലേ. ഉണക്കാന് പോലീസുകാരെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുണ്ട് പോലീസുകാർ, നമുക്ക് വേണ്ടിയിട്ട് അവർ ഒത്തിരി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വ്യക്തികളുടെ കൂട്ടത്തിൽ ഇന്ന് യാത്ര ചെയ്യാൻ പറ്റി. ഒത്തിരി താങ്ക്സ്. കാണാൻ പറ്റിയതിലും പരിചയപ്പെടാൻ പറ്റിയതിലും അടിച്ചുപൊളി യാത്ര. അതെ. അപ്പം ഞാൻ എൻ്റെ കെട്ടിയനെ കണ്ടിട്ട് 2 ദിവസമായി.
ശരിക്കും പറഞ്ഞാൽ കെട്ടിയാലും കൂട്ടുകാരും ഇവിടെയാണ് വാസം കേട്ടോ. നമുക്ക് കാലിങ്ങനെ നീട്ടി അവിടെ ഇടയ്ക്കത്തെ ഇതിനൊന്നും കാര്യം പറ്റില്ല. അതുകൊണ്ട് എനിക്ക് സീറ്റ് 2 സീറ്റ് ഞാൻ തന്നെയായി. അതുകൊണ്ട് എനിക്ക് വിസ്തരിച്ചിരിക്കാം. പക്ഷെ ജടയില്ലാത്തതിന് ഒരു കേടുണ്ട്. ജട അടുത്തുണ്ടെങ്കിൽ ഒന്ന് ദേഹത്തോട്ട് ചേർന്നിരുന്ന് ഉറങ്ങോ പറക്കുകയൊക്കെ ചെയ്യാലോ. അതൊന്നും പറ്റിയിട്ടില്ല. ഇതിനുണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം. സുഖമാണോ? കണ്ണാടി മേടിച്ചേക്കുന്നറിയോ? എനിക്കും മേടിച്ചു തന്നിട്ടുള്ളൂ കേട്ടോ. വീട്ടിൽ കണ്ണാടി കിടപ്പുണ്ട്. പക്ഷെ കയറാൻ പോവാ. ഫുഡ് കഴിച്ചിട്ട് ലുലുവിലോട്ട് കയറുക. ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ ലുലുവിലോട്ട് കയറുക കേട്ടോ. ഉണ്ടോ? ഇത് ഞാൻ ആദ്യം കയറിയത് തിരുവനന്തപുരത്തെ ഓർമ്മിക്കല്. അപ്പം നിങ്ങളെ കൂടെ കാണിച്ചു തരാം. ലുലു എൻ്റെ ചേട്ടായൊക്കെ നിൽക്കുന്നത് കാണിച്ചു തരാവേ. നീലാംബരിയുടെ അടുത്ത് തന്നെ അവിടെ തന്നെ നിൽക്കുക. ഞങ്ങൾ കറങ്ങി നടക്കുക കേട്ടോ. അത് തന്നെയല്ല അവർ പറഞ്ഞു നിൽക്കുന്നു ചേട്ടായി. നമ്മുടെ നീലാംബരി വണ്ടി കിടക്കുന്നുണ്ടോ? അവിടെ ഉണ്ട്. അപ്പം എല്ലാം മാലുമാലയെന്ന് വരുന്നുണ്ട് കേട്ടോ. ഓരോന്നോരോന്ന് കേട്ടോ എല്ലാം വരുന്നുണ്ട്. ലുലുമോളിൽ കൂടെ കറങ്ങാണ് കേട്ടോ. എന്നാ മേടിക്കേണ്ടതെന്ന് അപ്പം ലുലുവിൻ്റെ മോളിൽ വന്നിട്ടുണ്ട്. ഇതേ സ്റ്റുഡിയോ എന്നാ സാധനമണികളുണ്ട്. ഇനി ഒരു വെച്ച് നിൽക്കണേ. ചെറിയൊരു ഷോപ്പിംഗ് കേട്ടോ. കുട്ടി ഷോപ്പിംഗ് ആണ്. ചേച്ചി പാഞ്ഞു പോകുന്നുണ്ട്. എന്നാ മേടിക്കാനോ? ടോപ്പാൻ്റെ കണ്ടോ? ലുലുമോളിൽ കയറിയാണ് എടുക്കണ്ടേ നോക്കുക കേട്ടോ. നമ്മുടെ വണ്ടി ആ സമയം കൊണ്ട് പോകും. അതാ ഒരു രസം. 499 ഉള്ളൂ ബോട്ട് സെറ്റ്. കണ്ടോ? എടി പിള്ളേരെ നല്ല അല്ല പെൺപിള്ളേരുടെ ഇതില്ലേ കുഞ്ഞു ഉടുപ്പൊക്കെ കോട്ടൻ്റെ ഉടുപ്പൊക്കെ ഉണ്ടോ? 399 രൂപ സ്റ്റുഡിയോ. ഇതാരും ഇത് ഞാൻ വീഡിയോ എടുക്കുന്ന മൊത്തത്തിൽ നിന്ന് അതൊക്കെ എന്നെ തന്നെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഡിസൈനാണ് കാര്യമായിട്ട് എടുക്കുക കേട്ടോ. ചേച്ചിയൊക്കെയും കാര്യമായിട്ട് എടുക്കുന്നുണ്ട്. ഞാനൊന്നും മേടിക്കുന്നില്ല കേട്ടോ. എനിക്കൊന്നും മേടിക്കാനില്ല. ഞാൻ ഒന്നും മേടിക്കുന്നില്ല. കാരണം ഒന്നത് ബില്ലിങ്ങിൽ ഭയങ്കര താമസമായിരിക്കും. പിന്നെ നമുക്ക് പോകാൻ സമയമാവും. 3 മണിക്ക് ഞങ്ങളുടെ വണ്ടിയിലെടുത്ത് എന്നേക്കണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ലുലുമാലിയിൽ നിന്ന് കുറച്ച് കുഞ്ഞു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എക്സ്കലേറ്ററിൽ പോരുവാണ് കേട്ടോ. ഒത്തിരി പേര് കയറാത്തവരുണ്ടായിരുന്നേ. പക്ഷേ റംല ചേച്ചി ഒട്ടും കയറിയാലായിരുന്നു ഇവിടെ പേടിച്ചിട്ട് ഓടുക. പിന്നെ ജിഷ പിടിച്ചു കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇതൊക്കെയല്ലേ ചേച്ചി ഇവിടെ നമ്മൾ വന്നിട്ട് കയറാതെ പോകാൻ പറ്റുമോ വാന്നും പറഞ്ഞ് ജിഷ വീണ്ടും 2ാമത് പിടിച്ച് കയറ്റി കൊണ്ടുപോയി കയറ്റുകയും ഇറക്കുകയും ചെയ്തു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നിയേ. അപ്പം നമ്മളിവിടുന്ന് തിരിച്ച് പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പം കുറേ പേരെ കണ്ടപ്പം നമുക്കൊരു കൗതുകം. ഓരോരുത്തരുടെ ഡ്രസ്സും കോലങ്ങളും കാണുമ്പോൾ. കാരണം നമ്മളൊരു കുഞ്ഞു ഗ്രാമത്തിലുള്ളവരല്ലേ. പ്രത്യേകിച്ച് മലയാളീസ് ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ ക്യാച്ച് ചെയ്യും അല്ലേ. പക്ഷെ പുറത്തൊക്കെ ഉള്ളവർ ആർക്കും ആരെയും നോക്കാനൊന്നും അവർക്ക് സമയമില്ലടേ. ചേച്ചി കയറിയിട്ടില്ല കേട്ടോ. എന്നിട്ട് കയറാതെ പോവല്ലേ. അങ്ങനെ പറ്റി. അതുപോലെ ദിശ അയ്യോ മതി. ഭയങ്കര പേടി കേട്ടോ. അവള് ജിഷ സമ്മതിച്ചു കൊടുത്തില്ല. അങ്ങനെ വേണം കൂടെ വരുന്നവർ അങ്ങനെ ആയിരിക്കണം അല്ലേ. കണ്ടോ അവള് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോയേ. അതേ വരുന്നു. ഇനി അതിനെ തന്നെ തിരിച്ചിറക്കിക്കൊണ്ട് വരട്ടെ. നമ്മുടെ വെച്ചോന്ന് പറഞ്ഞു. ഇതൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉള്ള കാര്യമല്ലേ. എന്റെ മോനെ മതി. കണ്ടില്ല വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ ഇടിച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതിൻ്റെ എല്ലാവർക്കും ടാറ്റാ.